ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ള ഭൂരിഭാഗം എല്ലാ ആളുകളും ഓരോ പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജോലിയുടെ ഉയർച്ച, അതായത് പ്രൊമോഷനുകൾ, അതുപോലെ നല്ല മികച്ച സാമ്പത്തിക സ്ഥിതിയും നല്ല ലൈഫ് സ്റ്റൈലും തരുന്ന ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റികളൊക്കെ മിക്ക ആളുകൾക്കും ഒരു താല്പര്യമുള്ള കാര്യമായിരിക്കും, അല്ലേ? ഒരു ദിവസം നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളെ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ മാനേജർ ഒന്നും കൊണ്ട് പറയാണ്, നീ അടുത്ത 2 ദിവസം നൈറ്റ് വർക്ക് എടുത്ത് ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് അത് ഭംഗിയിൽ തീർക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഓൺസൈറ്റും അടുത്ത ലെവലിലേക്കുള്ള പ്രൊമോഷനും നൽകാമെന്ന് പറഞ്ഞാൽ നമ്മളോടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാനേജർ നൽകുന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ? അല്ലേ? നമ്മൾ മിക്ക ആളുകളും അത് ഇഷ്ടപ്പെടുകയാണ്. അത് 2 ദിവസത്തെ ഒരു എഫേർട്ട് കൊണ്ട്, കാര്യമായിട്ടുള്ള എഫേർട്ട് കൊണ്ട് വലിയൊരു ഓഫർ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യാം. പക്ഷേ അള്ളാഹു നമുക്ക് സദാസമയവും നമുക്ക് മുന്നോട്ട് വെക്കുന്നത് വലിയ വലിയ ഓഫറുകളാണ്. ഒരു ചെറിയ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും സുബഹി നമസ്കാരമുണ്ട്. അതിനു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിനുള്ള പ്രതിഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദുനിയാവിലുള്ള മൊത്തം സമ്പത്തും നമുക്ക് ലഭിക്കുന്ന അത്ര കൂലിയാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. 2 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു നമസ്കാരമാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയവും നമ്മൾ അധ്വാനിക്കുന്നത് നമുക്കൊരു നല്ലൊരു വീട് വേണം, നല്ല വാഹന സൗകര്യം വേണം, മികച്ച ലൈഫ് സ്റ്റൈൽ വേണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ദുനിയാവിലുള്ള സകല സംഗതികളാണ്. ഇത് അള്ളാഹു നൽകുന്ന ഒരു ഓഫർ മാത്രമാണ്. പിന്നെ ഒരു ദിക്റിന് സ്വർഗത്തിലൊരു നിധി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വർഗത്തിലൊരു നിധിയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് ഓഫറുകളാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും അള്ളാഹു നമുക്ക് മുമ്പിൽ വെക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഷാ അള്ളാഹ് ഇന്ന് ബുധനാഴ്ച, നാളെ വ്യാഴം, വെള്ളി, ശനി, ഞായർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ റമളാനിലേക്ക് കിടക്കുകയാണ്. അന്ന് ജീവിച്ചിരിക്കാൻ ഭാഗ്യമുള്ള തൗഫീഖുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ഓഫറിൻ്റെ അവസ്ഥ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇൻഷാ അള്ളാഹ് വരാൻ പോകുന്നത്. അതായത് നമ്മൾ ഏത് നന്മക്കും കൂടുതൽ പ്രതിഫലം നൽകുക എന്നുള്ളത് ഒന്നാണ്. അതുപോലെ നേരത്തെ സംസാരങ്ങൾ നമ്മൾ മനസ്സിലാക്കി ലൈലത്തുൽ ഖദർ എന്നുള്ള 1000 മാസങ്ങളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാത്രി ഈ റമളാനിലാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. പിന്നെ ഷെയ്ത്താനെ ലോക്കാക്കിയിടുന്നൊരു സമയമാണ്. നമ്മൾ പല നന്മകളിലേക്കും അടുക്കാതിരിക്കാൻ കാരണം ഷെയ്ത്താൻ്റെ ഒരു ബ്ലോക്കിംഗ് കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെച്ച് നല്ലൊരു അവസരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു മൊഡ്യൂൾ കൊണ്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുൻകഴിഞ്ഞ വിജ്ഞാനകരമായിട്ടുള്ള ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ നമ്മളൊരു ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൃത്യമായിട്ട് എടുത്തു വെക്കാം എന്നുള്ള ഒരു ഡിസ്കഷനാണ് ഈ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പേ നമ്മളെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലേ, നമ്മളെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഇല്ല. കാരണം ഖുർആനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു മനുഷ്യനെയും ജിന്നുകളെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മൾ ഇബാദത്തുകൾ ചെയ്താൽ മാത്രം പോരാ, ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും അഹ്സനായിട്ട്, ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്നത് ആരാണെന്നാണ് അള്ളാഹു നോക്കുന്നത്. ശരിക്കും ഈ ഇബാദത്തുകൾ, അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് അൾട്ടിമേറ്റായിട്ട് ചെയ്യുന്നത്? അല്ലേ? പരലോകത്ത് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെത്താനും സ്വർഗത്തിൽ ഉന്നതമായ പദവികളിലേക്ക് എത്തിച്ചേരാനുമാണ്. നരകത്തിൽ അകപ്പെട്ടു പോവാതിരിക്കാനുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ ഈ ഒരു ദുനിയാവ് എന്നുള്ളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലേ? താൽക്കാലികമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ലക്ഷ്യം എന്നുള്ളത് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമ്പാദ്യം സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ജീവിതം ഒന്ന് എടുത്തു നോക്കി, അല്ലേ? മിക്ക ആളുകളും 9 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്.
അതിലിപ്പോൾ ഓഫീസിലേക്ക് പോയി ഓഫീസ് തിരിച്ചു വന്നൊക്കെ ആയിട്ട് വീണ്ടും 1-2 മണിക്കൂർ അങ്ങനെ. അതായത് ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ക്വാളിറ്റി ടൈമിൽ ഭൂരിഭാഗ സമയവും നമ്മളൊരു ജോലിക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പരലോകത്തേക്ക് നമ്മളൊരു സമ്പാദ്യം ഉണ്ടാക്കുക? ഇങ്ങനൊരവസ്ഥയിൽ നമുക്ക് സന്തോഷിക്കാനുള്ള 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ ഒരു കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ എന്നുള്ളത്, ഒരു എഫേർട്ട്, അധ്വാനം എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് അതൊരു സദക്കയായി സ്വീകരിക്കും, നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ് എന്ന്. ഒരു ഹദീസിൽ കൃത്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അടിമമോചനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതും പിന്നെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് നമ്മൾ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു സംഗതി ഉണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതൊരു പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുക നിയ്യത്തിനനുസരിച്ച്. നമ്മൾ രാവിലെ നമ്മളെ വാഹനം എടുത്ത് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നെയ്യത്ത് വെക്കണം, ഇൻഷാ അല്ലാഹ് ഇത് ഈ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു അധ്വാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. അല്ലെ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അടുക്കളയിലാക്കണമെങ്കിലും ഒക്കെ നമ്മൾ നെയ്യത്ത് വെക്കുക, ഇതെൻ്റെ കുടുംബത്തിന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളൊരു നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രതിഫലമുണ്ട്. നമ്മൾ ഈ ഒരു വലിയ സമയത്തിൻ്റെ അധ്വാനം നമുക്ക് പരലോകത്ത് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണാൻ പറ്റും, 2 തരത്തിലുള്ള ജോലിക്കാരാണ്. ഈ നമ്മൾ ഭൂമിയിലെ മൊത്തം ജനങ്ങളെ ജോലികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെപ്പോലത്തെ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി എന്നുള്ളത് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. കൂടുതൽ ആളുകളും കൃഷിയിടങ്ങളിലും മറ്റ് റിഗുകളിലും റോഡുകളിലും ഒക്കെ ആയിട്ട് വളരെ കഠിനമായ ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കംഫർട്ട് ഉണ്ട് നമ്മുടെ ജോലി സ്ഥലത്ത്, പിന്നെ ഒരുപാട് സമയം നമുക്ക് കംഫർട്ടബിളായി കിട്ടുന്നുണ്ട്, പിന്നെ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നമ്മളെ ജോലിക്കും കഷ്ടപ്പാടുണ്ട്, പക്ഷെ എന്നാലും ആ രൂപത്തിൽ ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന വേതനത്തിൽക്കാളും എത്രയോ കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അബദ്ധതൊരു അവസരമാണ്, അള്ളാഹു തൗഫീക്ക് നൽകിയത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ എത്താൻ സാധിച്ചത്. ഈ ഒരു അവസരം അള്ളാഹു ചോദ്യം ചെയ്യുക, ഇത് നിൻ്റെ പരലോക വിജയത്തിനായി ഈ ഒരു അവസരം ഉപയോഗിച്ചോ എന്നുള്ള രൂപത്തിനായിരിക്കും അല്ലേ. നമുക്ക് വേണമെങ്കിൽ പരലോകമൊന്നും ചിന്തിക്കാണ്ട് നമുക്ക് ഇവിടെ കിട്ടിയ സൗകര്യങ്ങൾ, പൈസ, സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ എൻജോയ്മെൻ്റ് ആക്കാനും ഇവിടെ നമുക്ക് പ്രൗഡായി നടക്കാനും വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ അതിനൊരു വേറൊരു വശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഏറ്റവും എഫക്റ്റീവായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ സ്വർഗം നേടാനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കാം. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ വാഹനം ഉണ്ടായത് കൊണ്ട് തന്നെ ഫർള് നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്കത് പോയി വരാനൊക്കെ വളരെ എളുപ്പമാണ്. അത് നമ്മൾ യൂസ് ചെയ്യണം, നമുക്ക് വാഹനം ഉണ്ടാകും യൂസ് ചെയ്യണം. അതില്ലാത്ത ആളുകളെ കുറിച്ച് ചിന്തിക്കുക, അതിന് അവസരമില്ലാത്ത ആളുകളെ കുറിച്ച്. അതുപോലെ സക്കാത്ത് സദക്ക വിഷയങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റും. അതുപോലെ നമ്മളെ സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് കൂടുതൽ ഇടപെടാൻ പറ്റും, കാരണം നമുക്ക് സമയം അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റും. ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ദഅവ ആക്ടിവിറ്റി, ഏറ്റവും വലിയ ചാരിറ്റിയാണ് ദഅവത്ത് എന്നുള്ളത്. കാരണം ഒരു മനുഷ്യനെ നരകത്തിൻ്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് വിളിക്കുന്ന ഒരു പരിപാടിയാണ് ദഅവ ആക്ടിവിറ്റി എന്നുള്ളത്. അതിലൊക്കെ ചേരാൻ സാധിക്കുന്ന ആളുകൾ മുന്നോട്ട് കുതിച്ചു വരേണ്ടതുണ്ട്. കാരണം നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രതിഫലം നമുക്ക് കിട്ടുന്ന വലിയൊരു ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ് കൂടിയാണ് ഈ ദഅവ എന്ന് ആ അർത്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ ടൈം ഫ്രീഡവും മണി ഫ്രീഡവും ഉണ്ട്. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ ആഖിറത്തിൻ്റെ അക്കൗണ്ട് ബാലൻസിൽ ആ ഒരു ബാലൻസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇവിടെ നമ്മൾക്ക് അതൊക്കെ എൻജോയ് ചെയ്യാം, പക്ഷേ അതിനപ്പുറം നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മളെ ആഖിറം സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ റമദാൻ എന്നുള്ളത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ റമദാനിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ റമദാൻ്റെ ഒരു പവറായിട്ടുള്ളത്. ഒന്ന്, നമുക്ക് റമദാനിൽ ഒരുപാട് പ്രതിഫലങ്ങളും പാപമോചനവും കിട്ടും എന്നുള്ളത്. രണ്ടാമത്തേത്, നമ്മൾ ഏതൊരു പ്രവർത്തനം എടുത്തപ്പോൾ നമസ്കാരം എന്നുള്ളപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ 5 നേരവും നമസ്കരിക്കുന്ന ആളുകളായിരിക്കും അല്ലേ. അതിന് നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും വേണ്ട, കാരണം അത് നമ്മളൊരു ശീലത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് കൊണ്ടാണ്. ചില ആളുകളുണ്ടാവും, നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റക്കാണ് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നോക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ ഭൂരിഭാഗം ആളുകളും ഫോൺ ഇങ്ങനെ നോക്കി ഭക്ഷണം കഴിക്കണം. കാരണം അങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറിയത് കൊണ്ടാണ്.
അപ്പോൾ ശീലങ്ങൾ എന്നുള്ളതൊരു വലിയൊരു വിഷയമാണ്. അപ്പോൾ നല്ല ശീലങ്ങൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പരലോകത്തേക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും. അത് ചീത്ത ശീലങ്ങളാണെങ്കിൽ പരലോകത്തിൻ്റെ നെഗറ്റീവ് ബാലൻസായി അത് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം ശീലങ്ങൾ എന്നുള്ളത് സൈക്കോളജിക്കൽ പറയുന്നത് 21 ദിവസം നമ്മൾ ബോധപൂർവം ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ശീലത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള നല്ലൊരു അവസരം പഠിച്ചാൽ 30 ദിവസം തന്നിട്ടുണ്ട് നമുക്ക് റമളാനിൽ അല്ലേ. എല്ലാ നിലക്കും സാഹചര്യങ്ങളൊക്കെ നല്ലതായിട്ട് വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് എടുത്തു വെക്കേണ്ട ശീലങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും അത് ബോധപൂർവം കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. പിന്നെ കൃത്യമായിട്ട് നമ്മൾ അലേർട്ട് ചെയ്യുക. കാരണം അതൊരു പറഞ്ഞ പോലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വരാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം നമ്മൾ അടുത്തൊരു റമളാൻ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഒരു അവസരം ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ റമളാൻ ആണെങ്കിൽ അല്ലാത്ത കാര്യമാണെങ്കിലും അതിനൊരു 3 സീക്രട്ട് കീകളുണ്ട്. ഒരു 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു സക്സസ് നേടാൻ പറ്റും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ വിഷയത്തിൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യാത്രക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും, ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു ഗോള് മാത്രമല്ല നമുക്കൊരു പ്ലാനും ഉണ്ടാവും. ഇന്ന സമയത്ത് ഇറങ്ങണം. അപ്പോൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക് കുറയും, അതിന് സ്മൂത്തായിട്ട് ഇന്ന വഴിക്ക് ഇറങ്ങണം എന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടാവും. നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് പോകാമെന്നുള്ള. അങ്ങനെ ആ വഴിക്ക് നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ ഇങ്ങനെ നിന്ന് ആ ബ്ലോക്ക് തീരാൻ വേണ്ടി ഇവരെ കാത്തിക്കല്ലേ ചെയ്യുക. നമ്മളെന്ത് ചെയ്യും, നമ്മൾ മാപ്പ് എടുത്ത് നോക്കും ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വഴി വേറെ ഉണ്ടോ എന്നുള്ളത് അല്ലേ. അങ്ങനെ ആ ഒരു പ്ലാനിങ് നമ്മൾ മാറ്റം വരുത്തി ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇതേ ഒരു സ്ട്രാറ്റജി നമ്മൾ നോമ്പിൻ്റെ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമ്പിലുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റും. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഖുർആൻ ഓത്തിൻ്റെ ഒക്കെ വിഷയങ്ങൾ, ഖുർആൻ ഓതുന്നതിൻ്റെ മഹത്വങ്ങളും വിശദമായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ പരമാവധി നമ്മൾ ഓതുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഒരു ഖത്തം ഖുർആൻ മുഴുവൻ ഒരു മാസം ഓതണം എന്നുള്ളൊരു ലക്ഷ്യമാണെങ്കിൽ, ഇപ്പോൾ ഈ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു വക്ത് എല്ലാ മാസവും ഒരു ഖത്തം എല്ലാ മാസവും ഓതുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാളെ ലക്ഷ്യം എന്നുള്ളത് 2 ഖത്തമാക്കലായിരിക്കും, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ തീരെ ഖുർആൻ ഓതാത്ത ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു ഓതി തുടങ്ങുക എന്നുള്ള ഒരു ഖത്തമെങ്കിലും തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഈ 30 ദിവസങ്ങളിൽ ഓരോ ദിവസം ഓരോ ജുസ് വെച്ച് നമുക്ക് തീർക്കാം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ സുബഹിക്ക് ശേഷം നമുക്കൊരു അല്ലെങ്കിൽ ഓരോ 5 നമസ്കാരത്തിനും നമ്മൾ ഒരു ജുസ് എന്നുള്ള 20 പേജാണല്ലോ, അത് 4 പേജ് വീതം നമ്മൾ ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷം ഓതുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം. സുബഹിക്ക് ശേഷം 1/2 ജുസും ബാക്കി ലോഹറിന് ശേഷം അസറിന് ശേഷം 1/4 ജുസു വീതം ഓതിയിട്ട് അങ്ങനെ അച്ചീവ് ചെയ്യാം. ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഭൂരിഭാഗം ആളുകളും സംഭവിക്കുന്നതാണ്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും മുന്നോട്ട് പോകില്ല. പിന്നെ അവിടെ ഇട്ടേക്കരുത്, നമ്മളത് ഒന്ന് റിവൈസ് ചെയ്യണം. 7 ദിവസം കൂടുമ്പോഴോ 10 ദിവസം കൂടുമ്പോഴോ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ആ പ്ലാനിങ്ങിൽ അൾട്രേഷൻ വരുത്തണം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു ജുസ് ഒരു ദിവസം ഓതാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് നമ്മൾ അതിൻ്റെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ആദ്യം തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ അൾട്രേഷൻ വരുത്തി അത് ഗിവ് അപ്പ് ചെയ്യാത്ത രൂപത്തിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഈ സെഷൻ്റെ അവസാനത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഗോളുകൾ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. അപ്പോൾ ഗോളുകൾ സെറ്റ് ചെയ്യുന്നിടത്ത് ഒന്ന് നമ്മൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിർബന്ധമായി ഗോൾ സെറ്റ് ചെയ്യണം. കാരണം നമ്മുടെ പരലോകത്ത് നമ്മൾ എത്തിച്ചേർന്ന അള്ളാഹു നമ്മളോട് ആദ്യം ചോദിക്കുന്ന വിഷയം നമസ്കാര വിഷയമാണ്. അപ്പോൾ അത് 5 നേരം കൃത്യമായി നമസ്കരിക്കാത്ത ആളുകൾ ആ ഒരു ഗോള് നിർബന്ധമായി സെറ്റ് ചെയ്യണം. അത് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ 5 നേരവും ഓൾറെഡി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതെന്ത് അവർ ആ നമസ്കാരത്തിൻ്റെ ഇപ്പോൾ റവാത്തിബ് സുന്നത്തുകളും ആഡ് ചെയ്തുകൊണ്ട് ഒരു നെക്സ്റ്റ് ലെവൽ ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഖുർആൻ്റെ പാരായണത്തിൻ്റെ വിഷയത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ ഇഫുലാക്കുന്ന വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും കുറച്ചെങ്കിലും ഇഫുൽ ഉണ്ടാവും. ആ ഇഫുൽ മറന്നു പോയതുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഞാൻ ചെയ്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ നോട്ട് ഡൗൺ ചെയ്തു. എനിക്ക് ഈ ഒരു റമദാനിൽ ഇഫ്ള് പുതുക്കേണ്ട ഖുർആനുകൾ ഏതൊക്കെയാണ്, സൂറത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് ഓരോന്നും അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഇഫ്ളിൻ്റെ ഒരു ടാർഗറ്റ്, അതുപോലെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വഭാവ രൂപീകരണത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ ചാരിറ്റി ഹാബിറ്റുകൾ, ഒരു ഹാബിറ്റായി മാറണം നമ്മളൊരു ചാരിറ്റി നൽകുക എന്നുള്ളത്. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചാരിറ്റി അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ തിരഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിൽ, ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റിയാൽ വലിയൊരു പ്രൊട്ടക്ഷനും പരലോകത്തേക്കുള്ള വലിയൊരു സമ്പാദ്യമൊക്കെ മാറ്റാൻ പറ്റും. അത് ആ കാര്യത്തിന് നമ്മൾ ശ്രദ്ധിക്കുക. സുബഹിക്ക് ശേഷമുള്ള അദ്കാറുകൾ, വൈകുന്നേരത്തെ അദ്കാറുകൾ, രാത്രി കിടക്കാൻ പോകുന്നുള്ള വിഷയങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം, നമ്മുടെ കണ്ണുകളുടെ നിയന്ത്രണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ റമദാൻ ഗോളിൽ നമ്മൾ കൃത്യമായിട്ട്, ഈ ഗോൾ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും ഗോൾ എന്നുള്ളത്. പിന്നെ അടുത്തതായി സൂചിപ്പിക്കുകയാണ്, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു റമദാനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഫ്രീ ടൈം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവസാന 10 കുറച്ച് ദിവസമെങ്കിലും ലീവ് എടുക്കാൻ പറ്റുന്ന സാഹചര്യ ആളുകൾ അങ്ങനെ ചെയ്യാം. ഈ അവസാന 10 ഫുള്ള് ലീവ് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി റമദാൻ പകുതിയെങ്കിലും എത്രയാണോ നമുക്ക് പറ്റുന്നത് അതിൽ റമദാന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളൊരു സംഗതി നമ്മൾ ചെയ്യുക. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഫോളോ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു പ്ലാനിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ നിയന്ത്രിക്കുക. ആവശ്യമില്ലാത്ത, നമുക്ക് ഉപകാരമില്ലാത്ത ആപ്പുകളൊക്കെ അത് നിർത്തി നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം ഏറ്റവും ഹൈറാക്കാനുള്ള നല്ലൊരു അവസരമാണ്. പിന്നെ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഒരുപാട് ചെയ്യുന്നതിനുപരി ചെയ്യുന്ന കാര്യം വളരെ കുറച്ചാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു നല്ലൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നാളെ സുബഹിക്ക് മുന്നേ നമ്മൾ എണീച്ച് നിസ്കരിക്കണം. അതുപോലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകൾ ഓതണം, അദ്കാറുകൾ ചെല്ലണം, അത് കഴിഞ്ഞിട്ട് ദുഹാ നമസ്കരിക്കണം. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ നമ്മളെ പ്ലാൻ അനുസരിച്ചുള്ള, ഗോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് അതൊരു ഉച്ചയാവുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക, എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളത്. ആ രൂപത്തിൽ ടു ഡു ലിസ്റ്റ് ഓരോ ദിവസവും നമ്മൾ സെറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ടൈം ബ്ലോക്കിംഗ് എന്നുള്ളത്, നമ്മളൊരു ഖുർആൻ ഓതാൻ ഒരു സമയം കണ്ടെത്തുക, കൃത്യമായിട്ടുള്ളൊരു സമയം, ഇന്ന സമയത്ത് ഞാൻ ഖുർആൻ ഓതാനുള്ള സമയമായിരിക്കും, അതിൽ വേറൊരു ഡിസ്റ്റർബൻസോ ഒന്നും വരില്ല എന്ന്. അതുപോലെ ടൈം ബ്ലോക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ എനർജറ്റിക് ആയി നിൽക്കുക എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതിനനുസരിച്ച് നമ്മളെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, അതുപോലെ നമ്മൾ ആവശ്യമുള്ള ഒരു വർക്കൗട്ട്, വ്യായാമങ്ങളൊക്കെ നോമ്പാണെങ്കിലും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മളെ ഈ ഫോൺ എന്നുള്ളത് ഒരുപാട് ഷെയറാണെങ്കിലും കൂടി ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകളുണ്ട്, ഡിജിറ്റൽ വെൽബീയിങ് ആപ്പുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്, അതൊക്കെ ശരിക്കും യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞു വന്നത് ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാനിങ്ങുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റിവിഷൻ്റെ വിഷയത്തിൽ നമ്മുടെ ഈ ഒരു പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഗിവപ്പ് ചെയ്യാൻ പാടില്ല. അതെന്ത് വേണമെങ്കിൽ പ്ലാൻ നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് അതിന് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മളൊരു പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഈ ഒരു ഗോളുകൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ ആളുകളും റമദാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അവരുടെ ലെവലനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടത് ബാധ്യതയും നമുക്കുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഹു അംഫുസക്കും വഅഹ്ലീക്കും നാറ. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു ഉമ്മ ഉപ്പ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കൃത്യമായി ഈ റമദാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരെ ഗോൾ സെറ്റ് ചെയ്യാനും പ്ലാനിങ്ങിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അവരുടെ രൂപത്തിൽ, കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ രൂപത്തിലായിരിക്കും നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അവർക്ക് നല്ല അപ്രിസിയേഷൻ കൊടുക്കുക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അവർക്ക് തമ്മിലൊരു ഹെൽത്തി കോമ്പറ്റീഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിലൊരു സമ്മാനമൊക്കെ കൊടുത്തിട്ടൊക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്ലാനിങ്ങും ഗോളും ഒക്കെ സെറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ട്രാക്കർ, ഇപ്പോൾ നിങ്ങൾക്ക് കൈമിൽ കിട്ടിയിട്ടുള്ളതിൽ ഒരു പ്ലാനർ ഉണ്ടാവും. ആ പ്ലാനറൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോളുകൾ അതിൽ എഴുതിയിട്ട് നമുക്ക് ഓരോ ദിവസവും അച്ചീവ് ചെയ്തോ എന്നുള്ള രൂപത്തിൽ ടിക്കിടാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ നെറ്റിൽ തന്നെ പ്രൊഡക്റ്റീവ് റമദാൻ പ്ലാനറുകൾ, ടിപ്സുകൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കിട്ടാണ്ട്. അതുപോലെ പീസ് റേഡിയോ നമ്മുടെ കൂട്ടായി പിടിക്കണം. ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളും ഡിസ്കഷനും നടക്കുന്നതാണ്. ആരെങ്കിലും ഉപയോഗിക്കാത്തുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മൾ നോമ്പിന് വരുന്നുണ്ട്.
അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അതൊരു ആവേശമായിരിക്കും. പല ആളുകൾക്കും ഖുർആൻ്റെ ഒരു തഫ്സീർ പഠിക്കാൻ ഈ QVP ഒരു തുടക്ക കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുക. ജമീൽ ആപ്പിൽ നമ്മളെ ഒരു വലിയൊരു ലൈബ്രറിയാണ് ജമീൽ ആപ്പ് എന്നുള്ളത്. അതിൽ നമ്മൾ ഏത് ഇസ്ലാമിക വിഷയത്തിലാണെങ്കിലുമുള്ള ബോഡി ആണെങ്കിലോ വീഡിയോ ആണെങ്കിലോ ഡോക്യുമെൻ്റ് ആണെങ്കിലോ ഒക്കെ ഉണ്ട്. ജമീൽ എന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാൽ നമുക്കത് കിട്ടും. പിന്നെ അത്തരത്തിൽ പിന്നെ ഒരുപാട് ആപ്പുകളുണ്ട്, അദ്കാറുകൾ, പിന്നെ തർത്തീൽ എന്ന് പറഞ്ഞിട്ടുള്ള AI ഖുർആൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് യൂസ് ചെയ്യാം. നമ്മളെ കിട്ടിയ നോട്ടിൻ്റെ താഴത്ത് അതിനെ ഏറ്റവും ഈ പറഞ്ഞ ആപ്പുകളും അതുപോലെ നമ്മളെ ഡയലോഗ് TV, വിസ്ഡം ഗ്ലോബൽ TVയുടെ ഒക്കെ അതിലൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് വളരെ ക്വാളിറ്റിയിലുണ്ട്. അത് ആക്കാൻ QR കോഡ് സ്കാൻ ചെയ്ത് കയറേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആക്സസിബിൾ ആണ്. ഈ ഒരു ബുക്കിൻ്റെ ബാക്കിൽ ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം വൈകിയത് കൊണ്ട് വളരെ ഷോർട്ടായിട്ട് ഓടിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനു പുറമെ നിങ്ങളെടുത്ത് വളരെ നല്ല ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ഡിസ്കഷന് വെക്കുന്നില്ല. നമ്മൾ ഫോക്കസ് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. മിക്കവാറും ഇവിടെ ഉള്ള എല്ലാ ആളുകളും അതിലുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഫോക്കസ് കൊച്ചി എന്ന ഗ്രൂപ്പിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഓർഗനൈസേഴ്സ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവർ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അള്ളാഹു നമ്മുടെ ഈ ഒരു നമ്മൾ എഫേർട്ട് ഗോൾ സെറ്റ് ചെയ്യാനും അതുപോലെ കൃത്യമായി പ്ലാൻ ചെയ്യാനും മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു പോകുന്ന സമയത്ത് ഇടർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാനിങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനൊക്കെ ഒരു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഈ ഒരു പ്രവർത്തനങ്ങളും ചിന്തകളും എല്ലാം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.